കേരളത്തിൽ മാത്രമാണ് കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുമ്പോൾ വിഹിതത്തിന് ആവശ്യപ്പെടുന്നത്. റെയിൽവേ ഇത്തരത്തിൽ ആവശ്യപ്പെട്ടപ്പോ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ദേശീയപാത ഇവിടെ ആരംഭിക്കണമെങ്കിൽ ഭൂവിലയുടെ 25% തരണമെന്ന് പറഞ്ഞപ്പോഴാണ് നാം കിഫ്ബിയിലൂടെ 5600 കോടി കൊടുത്തത്. അപ്പോ കേരളത്തിൽ കേന്ദ്ര പദ്ധതികൾ വരണമെങ്കിൽ കേരള കാശ് കൊടുക്കണം. ഇതൊരു അസാധാരണമായ നിലപാടാണ്. ആന്ധ്ര റെയിൽവേ പദ്ധതിക്ക് വേണ്ടി ആവശ്യപ്പെട്ടു. റെയിൽവേ പദ്ധതിക്ക് വേണ്ടി ആവശ്യപ്പെട്ടപ്പോ പുതിയ തലസ്ഥാന നഗരിയിലേക്കുള്ള പദ്ധതിയാണത്. ആന്ധ്ര തെലങ്കാന 2 സംസ്ഥാനങ്ങളായി വിഭജിക്കുമ്പോൾ പുതിയൊരു തലസ്ഥാന നഗരി ആന്ധ്രക്ക് വേണം. ആ റെയിൽപാതക്ക് സംസ്ഥാനം ഒരു നയാ പൈസ പോലും കൊടുക്കാതെ അനുവദിച്ചു കഴിഞ്ഞു. ഇപ്പൊ ആന്ധ്രക്ക് കൊടുക്കാം, കേരളത്തിന് കൊടുത്തുകൂടാ. ഇതാണ് നിലപാട്. ഇത്തരം വിവേചനത്തെയാണ് കേരളം ഒറ്റക്കെട്ടായി എതിർക്കുന്നത്. വയനാട് ദുരന്തമുണ്ടായപ്പോ നമ്മൾ കണ്ടല്ലോ, ഒരു നയാ പൈസ വയനാട് ദുരന്തത്തിന് സഹായമായി നൽകിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ നൽകിയത് 529 കോടി കടമാണ്. അതും 45 ദിവസത്തിനകം ചെലവഴിക്കണമെന്ന വ്യവസ്ഥയോടെ. 45 ദിവസത്തിനകം ഒരു വീട് പോയി തറകെട്ടാൻ പോലും ആ സമയത്തിനകം കഴിയില്ല. അപ്പൊ ഇതാണ് കേന്ദ്ര സമീപനം. അതിതീവ്ര ദുരന്തമായി നിയമപരമായി പ്രഖ്യാപിക്കേണ്ടതിന് നമുക്ക് സമരം ചെയ്യേണ്ടി വന്നു. പാർലമെന്റിൽ പാർലമെന്റ് അംഗങ്ങൾ ബഹളം, സംസ്ഥാനം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. വയനാട്ടിൽ ഹർത്താൽ നടത്തി. വയനാട്ടുകാർ ഇപ്പോൾ ഡൽഹിയിലാണ് സമരം നടത്തുന്നത്, കേന്ദ്ര സഹായം കിട്ടാത്തതിനാൽ. കേരളത്തിന് നൽകിയില്ല. കേരളത്തിൽ ഉരുൾപൊട്ടൽ എന്ന ജലബോംബ് ഉണ്ടായി വയനാട്ടിൽ 245 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ, പലരെയും കാണാതായപ്പോൾ നമുക്ക് 2000 കോടി രൂപയുടെ സഹായം നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ഒന്നും തന്നില്ല. എന്നാൽ ആന്ധ്ര, ബീഹാർ, ആസാം, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആഗസ്റ്റിലും മറ്റും പ്രളയമുണ്ടായപ്പോ അവർക്ക് വാരിക്കോരി കൊടുത്തു. നമുക്കൊന്നുമില്ല. അവർക്ക് കടമല്ല, അവർക്ക് സഹായമാണ്. ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് അധിക സഹായവും കേരളത്തിന് കടം നൽകുമ്പോൾ അവർ നൽകിയുണ്ടായി. അതാണ് കേന്ദ്രം. 1544 കോടി ഉറുപ്പിക പല സംസ്ഥാനങ്ങൾക്കും കൊടുത്തപ്പോൾ അവിടെയും കേരളമില്ല. അത് അധിക സഹായമാണെന്ന് ഓർക്കണം. നമുക്ക് വായ്പയാണ്. ഇതാണ് കേന്ദ്ര സമീപനം. ഇതെല്ലാം കേന്ദ്രം സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ വിഹിതവും വെട്ടിക്കുറയ്ക്കുകയാണ്. അതിനെല്ലാം കാരണം നാം കുറേയേറെ പുരോഗതി കൈവരിച്ച സംസ്ഥാനമാണ് എന്നതുകൊണ്ടാണ്. അത് നമുക്കൊരു ശിക്ഷയായിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പുതുതായി കൊണ്ടുവന്ന 2 കാര്യം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുക. ഒന്ന്, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായുള്ള നിർദ്ദിഷ്ട UGC ചട്ടം ഗവർണർക്ക് സമ്പൂർണ്ണ അധികാരം കൊടുക്കുകയാണ്. VC-മാരെ നിയമിക്കാൻ ഇനി ഗവർണർ വിചാരിച്ചാൽ സാധിക്കും. ഗവർണറാണ് VC-മാരുടെ നിയമനത്തിന്റെ സെർച്ച് കമ്മിറ്റിയിൽ 2 പേരെ നോമിനേറ്റ് ചെയ്യുന്നത്. ഒരാളെ UGC-യും. സംസ്ഥാന സർക്കാരിന്റെ പ്രതീതിയേ ഉണ്ടാവില്ല. അങ്ങനെ വന്നാൽ VC-മാരെല്ലാം കേരളത്തിലെ സർവകലാശാലകളിൽ ഇനി സംഘപരിവാറുകാർ എത്തിച്ചേരും. പുതുതായി കൊണ്ടുവന്ന ചട്ടത്തിൽ മറ്റൊരു അപകടകരമായ ഭേദഗതി കൂടി വന്നിട്ടുണ്ട്. അധ്യാപക പരിചയം VC-മാർക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സംഘപരിവാറുകാരനായ അവരുടെ ഓഫീസിൽ കുശിരിക്കാരനായി ജോലി ചെയ്യുന്നവരെ VC ആക്കുക. അവര് അത്ഭുതപ്പെടേണ്ട. അതാണ് പുതിയ ചട്ടം. VC-ക്കുള്ള അധികാരം വർദ്ധിപ്പിച്ചതിനെ തുടർന്ന്
ഗവർണർക്കുള്ള അധികാരം വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് മറ്റൊരു അപകടം കൂടി വരാൻ പോവുകയാണ്. അത് പ്രിൻസിപ്പൽ നിയമനത്തിനും അധ്യാപക നിയമനത്തിനും ഇനി ഗവർണർ നിയമിക്കുന്ന VC പറയുന്ന ആളുകളെ ഇന്റർവ്യൂ ബോർഡിൽ വെച്ചോളണം. അപ്പൊ അത് പറഞ്ഞാൽ അതിനർത്ഥം VC നിയമനം, പ്രിൻസിപ്പൽ നിയമനം, അധ്യാപക നിയമനം ഇതെല്ലാം തന്നെ സംഘപരിവാറുകാർ കയ്യിലെടുക്കുന്ന വിധത്തിലുള്ള നിയമം കൊണ്ടുവരിക വഴി ഈ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ 6000 കോടി രൂപ അനുവദിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലക്ക് തുക വകയിരുത്തുന്ന ഒരു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെ തകർക്കുന്നതാണ് ആ നയം. അതുകൊണ്ടാണ് കേരളത്തിനാണ് അത് ഏറ്റവും കൂടുതൽ ദോഷം എന്ന് പറഞ്ഞത്. രാജ്യത്താകെ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്ന ഫെഡറൽ തത്വത്തിന് നിരക്കാത്ത നിലപാട് അതിലുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിന് സവിശേഷമായി സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി കൈവരിച്ചതിനെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയപ്പോഴാണ് ഈ UGC ചട്ടം വരുന്നത്. മറ്റൊരു ഗൗരവമായ അപകടം കടലിൽ ഖനനം നടത്തിക്കൊണ്ട് എല്ലാ സമ്പത്തും കൊള്ളിയടിക്കാൻ സ്വകാര്യ മേഖലയെ അനുവദിക്കുന്ന പുതിയ തീരുമാനമാണ്. അടുത്ത 28-ാം തീയതി തൊഴിലാളികളുടെ ഉശ്വരൻ സമരം നടക്കാൻ പോവുകയാണ്. 27-ാം തീയതി മത്സ്യത്തൊഴിലാളികൾ തീരദേശത്ത് ഹർത്താൽ ആചരിക്കുകയാണ്. ഇതും കേരളത്തിനാണ് ഏറെ ദോഷകരമായത്. കേരളത്തിന്റെ തീരദേശ മേഖലയിലെ 6 കേന്ദ്രങ്ങൾ ഇപ്പോൾ മണൽ ഖനനം, ധാതു ഖനനം ഇതിനെല്ലാമായി ലേലത്തിന് വെക്കാനുള്ള തീരുമാനം ഇപ്പോൾ കേന്ദ്രം എടുത്തു കഴിഞ്ഞു. അപ്പോ കടൽ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കാൻ ഇതുപോലെയുള്ള സ്വകാര്യ ഏജൻസികളെ അനുവദിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. കടലിന്റെ സ്വത്ത് കടലിന്റെ മക്കൾക്കാണ്. അത് മത്സ്യത്തൊഴിലാളികളതാണ്. മത്സ്യസമ്പത്ത് ഏതാണ്ട് 2.5 ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണ്. അതുകൊണ്ടാണ് മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ മൺസൂൺ മാസങ്ങളിൽ കേരളം തുടർച്ചയായി മത്സ്യബന്ധന നിരോധനം ആഴക്കടലിൽ ഏർപ്പെടുത്തുന്നത്. മത്സ്യ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനാണ്, മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനാണ്. ഇനിയിപ്പോ അതിനൊന്നും അവസരം ലഭിക്കാത്ത വിധത്തിൽ ആഴക്കടൽ ധാതു ഖനനത്തിന്, തീരക്കടൽ മണൽ ഖനനത്തിന് വിട്ടുകൊടുക്കുന്ന അത്യന്ത അപകടകരമായ ഒരു തീരുമാനം കൂടി വന്നതോടെ കേരളത്തെ എല്ലാ മേഖലയിലും പ്രതികൂലമായി ബാധിക്കുന്ന നിലപാടിലേക്ക് ഇവർ എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ശബ്ദം രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുടെ ശബ്ദമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഈ സമരം രാവിലെ മുതൽ ഉപരോധമായിട്ടാണ് ആരംഭിച്ചത്. ഇങ്ങനെയൊരു ഉപരോധ സമരമൊക്കെ വരുമ്പോ ചിലർക്ക് ഇതിൽ പങ്കെടുക്കുന്ന 10,000-ങ്ങളെ കാണുമ്പോൾ മനപ്രയാസം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ മനപ്രയാസം ഉള്ളവരോട് ഞങ്ങൾ പറയാം, ഇത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സമരമാണ്. ഇത് ജനാധിപത്യത്തെയോ പൗരസ്വാതന്ത്ര്യത്തെയോ വഴിനടക്കാനുള്ള അവകാശത്തെയോ നിഷേധിക്കുന്നതല്ല. പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന സമരത്തിൽ ഏറ്റവും പ്രധാനമാണ് ജീവിക്കാനുള്ള സമരം. അപ്പൊ ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഇവിടെ നടക്കുന്നത്.